ഒരാൾ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റുകളൊന്നും ഇല്ലാതെ ഇപ്പൊ നാച്ചുറലായിട്ട് അയാളുടെ ഹെയർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ അയാൾ ശ്രദ്ധിക്കേണ്ട നാച്ചുറലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ഗൾഫിൽ, പ്രത്യേകിച്ച് ഗൾഫിൽ? Consulting Phoenix Clinic. Due to hair fall. ദുബായിൽ വന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്ക് നല്ലപോലെ ഹെയർ ലോസ്, താരന്, അതുപോലെ തന്നെ നെറ്റി നല്ലപോലെ കയറി തുടങ്ങി. അപ്പോഴാണ് കിസൈസിലുള്ള ഒരു ക്ലിനിക്ക്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്ലിനിക്ക് നമ്മൾ അന്വേഷിച്ചറിഞ്ഞ് വന്നത്. ഫീനിക്സ് ക്ലിനിക്കിലുള്ള ഡോക്ടർ സുവർണ മാമിൻ്റെ ഒപ്പമാണ് ഞാൻ ഇരിക്കുന്നത്. നമുക്ക് നോർമൽ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഗൾഫിൽ ആദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന കുറച്ച് മെയിൻ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ 1-2 സാധനങ്ങൾ നമുക്ക് പേഴ്സണലായിട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ട് നമുക്ക് ഡോക്ടറിന്റെ സൈഡ് കേൾക്കാം. പൊതുവേ എല്ലാവരും പറയുന്നുണ്ട് ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ആളുകളുടെ മുടി കൊഴിച്ചിൽ ഭയങ്കരമായി കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നീ ചൊട്ടയാവുന്ന എല്ലാവരും പറയലുണ്ട് പൊതുവെ. അതിന്റെ ഒരു റിയൽ വേർഷൻ എന്താണ്? ഗൾഫിൽ വരുമ്പോൾ മുടി കൊഴിയുന്നു, കഷണ്ടി കയറുന്നു എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർ പറയുന്ന കാര്യം തന്നെയാണ്. അതിൽ ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ നാട് വിട്ടു മാറി നിൽക്കും മുമ്പ് ഉണ്ടാവുന്ന സ്ട്രെസ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ് നമ്മൾ ഒരു കൺട്രിയിലേക്ക് മാറുന്ന സമയത്ത്. കൂടാതെ ഇവിടുത്തെ വെള്ളം ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഇപ്പൊ ചിലരുടെ ചോദിച്ചപ്പോൾ വെള്ളം പ്രശ്നമില്ല, വെള്ളത്തിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ വെള്ളം ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ നോർമലായിട്ട് അപ്പൊ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇപ്പൊ നോർമലി ടാപ്പ് വാട്ടർ കിട്ടില്ല. അതല്ലാണ്ട് ഇപ്പൊ നമ്മൾ ചില നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, അതായത് തല കഴുകുന്ന സമയത്ത് ഈ ബോട്ടിൽ വാട്ടർ മാത്രം വെച്ച് കഴുകുക, അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ സമ്മർ സീസണിൽ ഇത് നല്ലപോലെ ചൂടാകുന്നുണ്ട്. ഈ ചൂടുവെള്ളം തലയിൽ ഒഴിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഫിനിക്സ് ഹോസ്പിറ്റലിൽ വന്നു, ഡോക്ടറുടെ അടുത്ത കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പൊ ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ തലയിൽ PRF ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോവുകയാണ്. ബ്ലഡ് എടുക്കണം ഡോക്ടറെ ഫസ്റ്റായിട്ട്. അപ്പോൾ ബ്ലഡ് എടുക്കണം, ബ്ലഡ് എടുത്തിട്ട് വേണം ഈ സാധനം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ഇത് ചെയ്യുന്നതുകൊണ്ട് ഹെയർ ഫോൾ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഉറപ്പായിട്ടും പറയും. അപ്പോൾ ഗൾഫിലുള്ള ആളുകൾക്ക് ഇത് നല്ലൊരു വീഡിയോ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ സാധനം പേടിയാണ്. മറ്റേ നമ്മള് പാലക്കാട് തന്നെ മറ്റേ ഫ്രൂട്ടി കിട്ടുമ്പോണ്ടാണ് ബ്ലഡ് ഡൊണേഷൻ ഉണ്ടായത്. ചെറിയ കുട്ടി തന്നെ എടുത്തത് 13 ml. കണക്ക് പിന്നെ അറിയാത്തോണ്ട് പ്രശ്നമില്ല. അവിടെ കുത്തി തുറന്ന് ബ്ലഡ് എടുത്ത് നമ്മളിപ്പോ PRP ആണോ അതോ PRF ആണോ? PRF ആണ് നമ്മൾ ചെയ്യുന്നത്. കിട്ടുന്നില്ലേ? സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. തലയൊക്കെ അവിടെ ഉണ്ടാ കഴിഞ്ഞിട്ട് മുടി ചീവണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? സാധാരണ പോലെ തന്നെ ഒരു മിനിമം 6 ആവുന്നതിലേക്ക് വാഷ് ചെയ്യരുത് എന്ന് പറയാം. ഒരു 1 day ഹെയർ വാഷ് ചെയ്യരുത്. സ്കാൽപ്പ് സ്വെറ്റ് ആവരുത്, വെയിലത്ത് പോകുന്ന ചെയ്യരുത്. ഇപ്പൊ എങ്ങനെ ഒരു ഹോൾ പ്രൊസീജിയർ കൂടിപ്പോയ 1 മണിക്കൂറില്ല, അത്രയല്ലേ ഉള്ളൂ? മണിക്കൂറൊന്നുമില്ല, ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് ഉള്ളൂ. ബ്ലഡ് എടുത്ത് അത് കൊണ്ടുവന്ന് ഇഞ്ചക്ട് ചെയ്യുന്ന സമയം അത്രേ ഉള്ളൂ. ചിലർക്ക് തോന്നുന്നു ഇതിനായിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് പോകുന്നു. അങ്ങനെയൊന്നുമില്ല. കൺസൾട്ടേഷൻ ചെയ്ത് കറക്റ്റ് കണ്ടീഷൻ മനസ്സിലാക്കി അങ്ങനെ വരുന്ന സമയത്ത് ഒരു 30 minutes to 1 hour എടുക്കും. ഞാൻ എന്തൊക്കെയോ വലിയ പ്രൊസീജിയർ ആയിരിക്കും വിചാരിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. ചെറിയ പ്രൊസീജിയറാണ്. ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് കുഞ്ഞു വേണം, അതല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. നെക്സ്റ്റ് പരിപാടി കാർബൺ ഫേഷ്യൽ. കാർബൺ ലേസർ മുഖം കരിഞ്ഞു പോകുന്നില്ലല്ലോ ഡോക്ടർ? എന്റെ നമ്മൾ കാർബൺ അതുപോലെ തന്നെ ഹൈഡ്ര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ സ്കിന്നിന് ഏതാണ് ബെറ്റർ? കാർബൺ ഫേഷ്യൽ. കാരണം സ്കിന്നിനകത്തുള്ള ഈ ചെറിയ റിങ്കിൾസ്, പിഗ്മെന്റേഷൻ ഡിഫറൻസ് എല്ലാം നമുക്ക്
കാർബൺ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് പോൾസ് ഉണ്ട്, ഓപ്പൺ ആയിട്ടുള്ള പോൾസ് ഉണ്ട് കവിളിലൊക്കെ. അതെല്ലാം ടൈറ്റൻ ചെയ്യാൻ കാർബൺ ഫേഷ്യൽ ഹെൽപ്പ് ചെയ്യും. കാർബൺ പറയുന്നത് ക്രീം തന്നെയാണല്ലേ? അപ്പൊ നീ നാട്ടിൽ പോയല്ലേ ചെയ്യണോ? എനിക്കുമല്ലോ. ഓ, നീ ഇപ്പൊ ഇന്നലെ പോയി ഫേഷ്യൽ ചെയ്തു അല്ലേ? ഡോക്ടർ നല്ല പെയിന്റിന്റെ മണം. ഞാനൊരു ഓയിലിന്റെ ഫീലാണ് ഉണ്ടാവും. കറുപ്പ് കളറാണ്. നീ വെറുതെ അല്ലേ ചിരിക്കണല്ലേ? അപ്പൊ കരിവരണ്ട ചെയ്യുന്നതാണ്. ഇമ്മത് കണ്ട വീണ് വീണ് ചിരിക്കും ഇപ്പൊ കാണണമെങ്കിൽ. വീഡിയോ 2 ദിവസമായിട്ട് ഉമ്മ വിളിച്ചിട്ടില്ല. നോക്കി ഇനി വിളിച്ചു കഴിഞ്ഞാൽ നല്ല ആട്ട് കിട്ടും. എന്താ ജോലിയൊക്കെ കരിഞ്ഞു പോയോ? നോക്കിയത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ നീ ഞെട്ടും. കണ്ണു പൊട്ടെ. ഇതിന്റെ ഫീൽ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുവാണേ. ഫസ്റ്റ് ഒന്ന് പറ്റി, ഇപ്പൊ കുഴപ്പമില്ല. പ്രശ്നമില്ലല്ലോ. ഇല്ലല്ലോ. ഇവിടുത്തെ കടപ്പ ഇത് ചെയ്യുമ്പോ വേദനയൊന്നുമില്ല. പക്ഷെ മറ്റേ നമ്മുടെ ഈ പണ്ട് ബാറ്റില് കൊതുവിനും കൊണ്ട് അടിക്കില്ലേ, അപ്പൊ ആ ടിക് ടിക് സൗണ്ട് ഒരു കഴിയുന്നതാണ്. താടിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ വേണം പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടർ ഒരു സൺസ്ക്രീൻ തേച്ച് തന്നു. പുറത്തു പോകുമ്പോൾ നിർബന്ധമായിട്ട് സൺസ്ക്രീൻ തേക്കാൻ പറ്റും. ഇയർ ഓഫ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഒരു സെഷൻ. ഇത് ആക്ച്വലി എത്രയാണ്? 3 സെഷൻ അല്ലേ? മിനിമം 3 സെഷൻ. ഇനിയിപ്പോ നെക്സ്റ്റ് സെഷൻ എപ്പോഴാണ്? 3 വീക്സ് കഴിഞ്ഞിട്ടില്ലേ? അപ്പോ ഇത് ഹോണസ്റ്റ് ആയിട്ട് ഞാൻ പറയാം, ലൈക്ക് ഇത് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള വ്യൂ, നെക്സ്റ്റ് സമയത്ത് വരുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ടും എന്ത് കേട്ടോ പറയാം. എന്തായാലും പേടിപ്പിക്കാതെ ചെയ്തത് ഒരുപാട് നന്ദി. എന്താ പറയാ, വളരെ നല്ലപോലെ തന്നെയാണ് ഡോക്ടറിലേക്ക് എന്താ പറയാ പേടിപ്പിക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് എല്ലാവരും കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് ഒരുപാട് നന്ദി. എന്തായാലും ഞാൻ ഇതിന്റെ അപ്ഡേഷന് കാര്യങ്ങൾ വരും വീഡിയോയിൽ ഉറപ്പായിട്ട് ഞാൻ അറിയിക്കാം. ഓക്കെ.